ചേട്ടാ ATM കംപ്ലൈന്റാ. നമുക്ക് അടുത്ത ATMിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്ന്. ചേട്ടാ പ്ലീസ്. ആ ശരി ശരി. ഹലോ. ആ ഇപ്പൊ എത്താം. ചേട്ടാ ATM കംപ്ലൈന്റാ. വേറൊരു ATMിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്ന്. നിങ്ങൾ ഓടി എന്റെ പൈസ എന്നിട്ട് ഇറങ്ങാൻ നോക്ക്. ചേട്ടാ അത് ക്യാഷ് എന്റെ കയ്യിലല്ല. അടുത്തൊരു ATMിലേക്ക് പോ, ഞാൻ അവിടെ നിന്ന് എടുത്തു തരാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്ന്. രാവിലെ ഉപദ്രവിക്കാനായിട്ട് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളൂ. ചേട്ടാ പ്ലീസ്, അടുത്തൊരു ATMിൽ ഇറക്കി താ. ഇറങ്ങിയാട്ടെ, വെറുതെ ഉപദ്രവിക്കാതെ. ഇറങ്ങ്. വേഷവും ചാടയൊക്കെ കണ്ടാ പറയില്ലല്ലോ. ഇറങ്ങ്. ഇതാരാ തുറന്നത്? താക്കോൽ എന്റെ കയ്യിലാണല്ലോ. ഞാൻ പൂട്ടിയിട്ടല്ലേ പോയത്. ഹലോ, ആരാ അകത്ത്? ചോദിച്ചത് കേട്ടില്ലേ? അകത്ത് ആരാന്ന്? കുടിക്ക്. സംശയിക്കണ്ട, അഖില വിഷം നൽകാറില്ല. ഇത് ജീവജലമാ. നീ ബോധം കെട്ട് വീഴാതിരിക്കാൻ. Come on, have it. കുടിക്കടി. വർഷം 25 വർഷമായിട്ട് ഞാൻ തൊഴിലാളികൾക്ക് കൊടുത്തു വന്ന ബോണസ് തടയാനാണ് നീ പ്ലാൻ ഇട്ടത് എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ അഷ്ടിക്ക് പണിയെടുക്കാൻ വരുന്നവന്റെ വായിൽ മണ്ണിടാൻ നോക്കി എന്നർത്ഥം. അതിന്റെ ഫലം
നിന്നെ ഒന്ന് അറിയിക്കാനാ ഞാൻ ഇന്ന് ശ്രമിച്ചത്. നീ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ഈ നിമിഷം വരെ നീ വിചാരിച്ചപ്പോ എന്റെ തൊഴിലാളികൾക്ക് ശമ്പളം 1 മണിക്കൂർ വൈകി. ഒരേ 1 മണിക്കൂർ. പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ ഇന്ന് നീ നരകിച്ചത് 1 ദിവസമാണ്. വേണമെങ്കിൽ അതൊരു മാസമോ 1 വർഷമോ ആക്കി മാറ്റാൻ എനിക്ക് പറ്റും. എന്താ അത് വേണോ? ഇരിക്കടി. കഴിഞ്ഞ തവണ ഞാൻ വന്നത് തോക്കുമായിട്ടാ നിന്നെ കൊല്ലാൻ. ഇത്തവണ ജീവജലവുമായിട്ടും. നീ മരിക്കാതിരിക്കാൻ. യു നോ വൈ? അഖിലാണ്ടേശ്വരിയുടെ ഉള്ളിൽ ഒരമ്മയുണ്ട്. നിന്റെ പ്രായത്തിൽ 2 മക്കളും. പക്ഷേ ഒന്ന് മറക്കരുത്, ഓർക്കാൻ വയ്യാത്തത് ചെയ്താൽ അഖിലയ്ക്കും മക്കളും ശത്രുക്കളും. നീയും അങ്ങനെ തന്നെ. തെറ്റാവർത്തിച്ചാൽ ക്ഷമിക്കില്ല ഇനി. അപ്പൊ തരാൻ പോകുന്നത് ദാഹജലമല്ല, വായ്ക്കരിയോടൊപ്പമുള്ള അന്ത്യോദകമായിരിക്കും. ഇനിയും നീ എന്നെ ദ്രോഹിച്ച ഞാൻ ഒഴിക്കുന്നത് ഇതുപോലെ ജലമാവില്ല, ആസിഡ് ആയിരിക്കും. ആസിഡ്. ബെറ്റർ യു മൈൻഡ് ഇറ്റ്. കല്യാണി, ഏതർത്ഥത്തിൽ നോക്കിയാലും നീ ഇന്ന് ചെയ്തത് തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ചെയ്യേണ്ട ഒരു കടമയാണ്. 25 വർഷങ്ങളായി മുടങ്ങാതെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം തടസ്സപ്പെടുന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ നീ എടുത്ത തീരുമാനം തൃച്ചംബരത്തിന്റെ അഭിമാനമാണ് കാത്തത്. എങ്ങനെയാ നിന്നോട് നന്ദി പറയേണ്ടത്? എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്തിനാ വല്യുഞ്ഞെ എന്നോട് ഇങ്ങനെയൊക്കെ? മാഡം എന്തൊക്കെയോ പറയണ കേട്ടു. എന്നെ ഇങ്ങനെ കളിയാക്കരുത്. എന്നെ പോലൊരു പാവപ്പെട്ട പെണ്ണിനെ സമ്പത്തിന്റെ ത്രാസിൽ വെച്ച് തൂക്കരുത്. അതല്ല കല്യാണി, സ്റ്റാഫുകൾക്ക് ഉടനടി ബോണസ് കൊടുത്തേ പറ്റൂന്നുള്ള വാശിയില അമ്മ. അക്കൗണ്ടാണെങ്കിൽ ഫ്രീസും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവസരോചിതമായി നീ ചെയ്ത കാര്യമുണ്ടല്ലോ, അതൊരു ഉത്തമയായ ഭാര്യയുടെ കടമയാ. അതിനെത്ര അനുമോദിച്ചാലും മതിയാവില്ല കല്യാണി. ആ കല്യാണി, പിന്നൊരു കാര്യമുണ്ട്. അതെന്താ വല്യുഞ്ഞെ? ഇനി വൈകിക്കുന്നില്ല. ഞാനിന്ന് അമ്മയോട് എന്റെ മനസ്സിലുള്ള പെണ്ണാരാണെന്ന് തുറന്നു പറയാൻ പോവാ. അയ്യോ വല്യുഞ്ഞെ, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഈശ്വരാ, എനിക്ക് പേടിയാവണു. നീ ടെൻഷൻ അടിക്കേണ്ട കല്യാണി. നല്ല സമയവും സാഹചര്യവും നോക്കി അമ്മയോടിത് പറയാനാ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം, ഇത് മിസ്സാക്കാൻ പാടില്ല. ഇന്ന് നിന്നെ ഓർത്ത് അമ്മ അഭിമാനിക്കുന്നുണ്ടാവും. ഈ അവസരത്തിൽ ഞാൻ അമ്മയോട് എന്റെ മനസ്സിലുള്ള പ്രണയം പറഞ്ഞ ഉറപ്പായിട്ടും അമ്മ സമ്മതിക്കും. വല്യുഞ്ഞെ വലിയ വിശ്വാസത്തിലാ പറയണേ. പക്ഷെ മാഡം എങ്ങനെ പ്രതികരിക്കണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവണു വല്യുഞ്ഞെ. പേടിക്കണ്ട. നമ്മുടെ പ്രണയം അറിയിക്കാനുള്ള ഏറ്റവും യോജിച്ച സമയം ഇതാ. ഇനിയും വൈകിയ പിന്നെ ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരും.
വല്യുഞ്ഞെ വല്യുഞ്ഞെ വേണ്ട. വല്യുഞ്ഞെ പറയുന്നൊന്ന് കേക്ക് വല്യുഞ്ഞെ. വല്യുഞ്ഞെ ദേവി, ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോണേ? ഈശ്വര, എന്റെ കൈയും കാലും വിറയ്ക്കുക. എന്താ മച്ചു, നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എനിത്തിങ് ഇമ്പോർട്ടന്റ്? യെസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഓഫ് മൈ ലൈഫ്. പല പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ടൊരു കാര്യം ഇന്ന് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷന്. ഇനിയും താമസിച്ചാ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എന്നിലെ പ്രണയം മരിക്കും. അത് പാടില്ല. അതാ ഇന്ന് ഈ തീരുമാനം. ബ്രോ, കാര്യം എന്താന്ന് പറഞ്ഞില്ല? കാര്യം വേറൊന്നുമല്ല. ഞാൻ ഇന്ന് അമ്മയോട് എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടാൻ പോവുക. വധു കല്യാണി ദാസ്. സൂപ്പർ ബ്രോ. ഇപ്പൊ മനസ്സിലായി ഡുവോ ഡൈ സിറ്റുവേഷൻ എന്താന്ന്. പക്ഷേ ബ്രോക്ക് ഇത് അമ്മയുടെ മുമ്പിൽ നിവർന്ന് നിന്ന് തലയുർത്തി പറയാൻ കഴിയുമോ? പ്രീവിയസ് എക്സ്പീരിയൻസ് എല്ലാം മോശമായിട്ടുള്ള റിസൾട്ടാണ്. അറിയാം. അതിനാദ്യം വേണ്ടത് ഇമോഷണലി ഞാൻ അമ്മയെ എന്റെ കൂടെ അടുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനൊരു വഴിയുണ്ട്. നിങ്ങൾ വാ, കമാം. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ഓഫീസ് കാര്യമല്ല, സ്ട്രിക്ട്ലി പേഴ്സണൽ. അതിനെന്താ, എന്റെ മോൻ പറഞ്ഞോളൂ. സ്ട്രിക്ട്ലി പേഴ്സണൽ എന്ന് പറഞ്ഞാ നമുക്കെന്താ മുറിയിലേക്ക് മാറിയിരിക്കണോ? ഏയ് വേണ്ട വേണ്ട. എന്റെ പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാ ഈ കുടുംബത്തിലെ എല്ലാരും അറിയാനുള്ളതാ. അത് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ അമ്മയുടെ മനസ്സ് എത്രത്തോളം അറിയാൻ കഴിയുമെന്നൊരു പരീക്ഷണം നടത്തണം. ഒരു ടാസ്ക്. നല്ല രസമുള്ള ടാസ്കാ. അമ്മയ്ക്ക് വിരോധം ഇല്ലെങ്കിൽ. എന്ത് വിരോധം? എന്റെ മോന്റെ ആഗ്രഹത്തിന് അമ്മ ഇന്നു വരെ ഒരെതിരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, എന്താ ഈ രസമുള്ള ടാസ്ക്? അത് മനസ്സിലായില്ല. പറയാം. അതിനു മുന്നേ അമ്മ ഒന്ന് പൂജാമുറി വരെ വരണം. അമ്മ മാത്രമല്ല, എല്ലാവരും. ഓക്കെ, റെഡി. എല്ലാവരും വരൂ. നമ്മുടെ ആനന്ദ് കൃഷ്ണന്റെ ടാസ്ക് കണ്ടു കളയാം. കമോൺ. പൂജാമുറിയിൽ ഇത് എന്ത് ടാസ്കാ ബ്രോ? പറയാം. ദേ കണ്ടില്ലേ, ഇവിടെ നിറയെ ദൈവങ്ങളാ. ഈ വീട്ടിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹം അമ്മ ആദ്യം മനസ്സിൽ വിചാരിക്കണം. അമ്മ മനസ്സിൽ വിചാരിച്ച ആ വിഗ്രഹം ഏതാണെന്ന് ഞാൻ പറയും. അതാണ് ടാസ്ക്. ഓ, അത് കൊള്ളാലോ സംഗതി. ശരിയാ.
രണ്ടുപേരും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടോ എന്നറിയാൻ പറ്റിയ ടാസ്കാ. അമ്മ ആദ്യം അമ്മ ഇതിൽ ഏതെങ്കിലും ഒരു വിഗ്രഹം മനസ്സിൽ വിചാരിക്കും. ബ്രോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാലോ. ഓക്കെ. ശരി, അമ്മ ഇപ്പൊ ഒരു വിഗ്രഹം മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതേതാണെന്ന് നീ പറ. അപ്പൊ അറിയാലോ നിനക്ക് എന്റെ മനസ്സ് കാണാൻ പറ്റുമോന്ന്. ചേടാ, ഈ അഖിലയ്ക്കും ആനന്ദിനും ഇതെന്ത് പറ്റി? ഒരു കാര്യമില്ലാതെ ഇങ്ങനെയുള്ള ടാസ്ക് ഒന്നും എടുക്കാറില്ലല്ലോ. ഇവരിൽ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. അത് വെച്ചുള്ള കളിയാ. നോക്കിക്കളയാം എന്താ സംഭവം. അമ്മ മനസ്സിൽ കണ്ടത് കൃഷ്ണനെയാണ്. കറക്റ്റ്? വെരി ഗുഡ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നീ കൃത്യമായിട്ട് കണ്ടെത്തി പറഞ്ഞു. ഇത് കൊള്ളാലോ സംഗതി. അമ്മയുടെ മനസ്സ് ബ്രോയ്ക്ക് നന്നായിട്ട് അറിയാന്ന് മനസ്സിലായി. അതിപ്പോ ഈ നാട് മുഴുവൻ അറിയുന്ന കാര്യമല്ലേ. ഇതിലെനിക്ക് അത്ര അത്ഭുതം തോന്നണില്ല. ശരി, അത്ഭുതം ഞാൻ കാണിച്ചു തരാം. ഇനി ഞാനും അമ്മയും കൂടി ഒരുമിച്ച് ഒരു വിഗ്രഹത്തെ മനസ്സിൽ വിചാരിക്കും. അത് നിങ്ങൾ കണ്ടെത്തി പറയണം. എന്താ, റെഡിയാണോ? പിന്നെന്താ, അത് ഈസി അല്ലേ. ഇതൊക്കെ സിമ്പിൾ സൈക്കോളജിക്കൽ ട്രിക്സ് അല്ലേ. ശരി, എങ്കിൽ തുടങ്ങാം. ഓക്കെ. ആദ്യം എല്ലാവരും കണ്ണടച്ച് നിൽക്കുക. ഞങ്ങൾ ഒരെണ്ണം കണ്ടെത്തിയിട്ട് പറയുമ്പോഴേ കണ്ണു തുറക്കാൻ പാടുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാരും കണ്ണടച്ചോ. 10 സെക്കൻഡ് കണ്ണടച്ചു വന്നു. ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം. ഞാനും അമ്മയും ഒരു വിഗ്രഹം മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അത് ആര് ശരിയായിട്ട് പറയാൻ നോക്കാം. ആദ്യം നന്ദനയാവട്ടെ പറയുന്നത്. ശരി. നിങ്ങൾ രണ്ടാളും മനസ്സിൽ കണ്ടത് ഈ ഭഗവതിയുടെ പ്രതിമയല്ലേ? നോ നോ, ഞങ്ങൾ വിചാരിച്ചതല്ല. യു ആർ റോങ്. ഒരാളെ കഴിഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് മാറിങ്ങട്ടെ. എന്നാ ഇനി അരവിന്ദ് തന്നെ പറ, കേക്കട്ടെ. ബ്രോ, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്താന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുമോന്നറിയില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ബ്രോ, നിങ്ങൾ സെലക്ട് ചെയ്തത് സാക്ഷാൽ ശ്രീ മുരുകനല്ലേ? അല്ല, നിനക്കും തെറ്റി. ഒരു ചാൻസ് കൂടി, ഒരു ചാൻസ് കൂടി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇല്ല, ഒരാൾക്ക് ഒരു ചാൻസ്. എന്താ ബ്രോ? അനിയനിക്ക് വന്നേ, സൈഡിലോട്ട് മാറി നിക്ക് പ്ലീസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇളയമ്മ. ശരി, അരവിന്ദ് പറഞ്ഞതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം.
ആ നിങ്ങൾ നോക്കി വെച്ചത് നടരാജ പ്രതിമയല്ലേ? അല്ല, സോറി. ആം. അയ്യോ അയ്യോ വെരി ബാഡ്. ഇനി ഇളയമ്മ തൽക്കാലം മഴയും വെയിലൊന്നും കൊള്ളാതെ അങ്ങോട്ട് മാറി നോട്ടെ. ചെല്ല്. ആ ജയന്തി വാ. ആ പരശുരാമനാണോ നോക്കി വെച്ചത്? ആ അല്ല, അതൊരു പരശുരാമന്റെ വിഗ്രഹം ഇതിലില്ലല്ലോ, പിന്നെങ്ങനെയാ? അപ്പൊ ദേ അതോ? അത് മഹാവിഷ്ണുവാ. വെറുതെ കുളമാക്കല്ലേ ജയന്തി. ആന്റി തെറ്റിപ്പോയി. അങ്ങോട്ട് മാറിക്കിടി. ശരി, ഇനി ഒരു ചാൻസ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണി നോക്കട്ടെ. ഒന്ന് നോക്ക്, പറയാൻ പറ്റുമെന്ന് അറിയാലോ.